നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനി ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ, ഇവിടുത്തെ വോട്ടർമാരുടെ ഒരു മനോഭാവം, ഇക്കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത ഒരു രാഷ്ട്രീയ അവലോകനത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് മുഖാമുഖം നടത്തുന്നത്. ഇതിലേക്ക് വരാനുണ്ടായ കാരണം പലതുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തുടർച്ചയായിട്ട് മലയാളികൾ ഇഷ്ടം പോലെ വന്ന് കുടിയേറുന്ന ഒരു അവസരത്തില് ജർമ്മനിയുടെ ചരിത്രം പലർക്കും അറിയില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ ചരിത്രം അറിയില്ല. ഇപ്പൊ ഹിറ്റ്ലറുടെ കാര്യങ്ങൾ മാത്രമേ ചിലർക്ക് അറിയുള്ളൂ. ഇവിടുത്തെ രാഷ്ട്രീയ ചിന്താഗതികള് നമ്മുടെ നാട്ടിലെ പോലെ കൊട്ടിക്കൊഴിച്ച് ചെണ്ട കൊട്ടി പാട്ടുപാടി വോട്ട് പിടിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അതിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് ആണ് ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു മുഖാമുഖമാണ് ഇന്ന്. നമ്മുടെ മുഖാമുഖത്തിൽ പ്രവാസി ഓൺലൈൻ്റെ പല പ്ലാറ്റ്ഫോമിലും വന്ന് വിശദമായിട്ട് കാര്യങ്ങൾ ജർമ്മനിയെപ്പറ്റി അല്ലെങ്കിൽ ഈ ലോകത്തെപ്പറ്റി നല്ലപോലെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരിക്കലങ്ങളിനെ പറ്റി പറയുമ്പോൾ ഇവിടുത്തെ കാൾ കൂബൽ സ്റ്റിഫ്റ്റൂങ് ആ ഒരു പ്രസ്ഥാനത്തിന്റെ മുൻ സിഇഒ ആണ്. അതിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അതിന്റെ ഡയറക്ടറായിട്ട് ഇരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ് പെൻഷൻ ജീവിതത്തിലാണ്. അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിലെ ഒരു കാരണവർ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരീക്കലിനെ സ്നേഹപൂർവ്വം ഈ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ജോർജ് അങ്കിൾ. നമസ്കാരം ജോസ് കുമ്പിളിവേൽ. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലേക്ക് അടുക്കുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ജർമ്മനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ആ പാസ്റ്റ് എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് പറയാൻ സാധിക്കുക? ജർമ്മനി 2 പ്രാവശ്യം ലോകയുദ്ധത്തിൽ തോറ്റ രാജ്യമാണ്. ഈ 2 ലോകമഹായുദ്ധങ്ങളും സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയാണ്. ഒന്നാം യുദ്ധം 1919 അവസാനിച്ച് ജർമ്മനി തോറ്റതിന് ശേഷം 1925 വൈമാർ റിപ്പബ്ലിക് എന്ന ഒരു പാർലമെന്റ് രൂപീകരിക്കപ്പെട്ടു. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്ന കൈസർ മാറി ഒരു പുതിയ പാർലമെന്റിന് പവർ കൊടുത്തു. ഈ പാർലമെന്റിൽ വൈമാർ റിപ്പബ്ലിക് എന്നാണ് പറയുന്നത്. ജർമ്മനിയുടെ പേര് അങ്ങനെയായിരുന്നു. വൈമാറിലായിരുന്നു ഈ പാർലമെന്റ്. ആ പാർലമെന്റിൽ ഉണ്ടായിരുന്ന പല ഡെമോക്രാറ്റിക് പാർട്ടികളും തമ്മിൽ വഴക്കിട്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ പറ്റാതിരുന്ന സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ഹിറ്റ്ലറിനെ റൈറ്റ്സ് ചാൻസലർ, അതായത് ഈ ജർമ്മൻ ചാൻസലറായിട്ട് നോമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഹിറ്റ്ലർ 1933 അധികാരത്തിൽ 1933 ആ ഹിറ്റ്ലറിനെ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ട് വന്നിട്ട് ഹിറ്റ്ലർ ആദ്യം ചെയ്തിരുന്നത് പാർലമെന്റിലെ പാർട്ടികളെ വളരെയധികം ഫൈറ്റ് ചെയ്ത് അവരെ കുറയ്ക്കുകയും അവരുടെ പവർ കുറയ്ക്കുകയും ഹിറ്റ്ലർ ഒരു ഡിക്റ്റേറ്ററായിട്ട് മാറുകയും ചെയ്തു. ഹിറ്റ്ലറിന്റെ പാർട്ടി നാസി പാർട്ടി പവറിൽ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇവിടെ യുദ്ധം വഴി ധാരാളം മനുഷ്യർ കൊല്ലപ്പെടുന്നതും പിന്നെ ജൂതന്മാരെ കൊല്ലുന്നതും അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കുന്നതും 2ാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭം കുറിക്കുന്നതും ഈ ഹിറ്റ്ലർ വഴിയാണ്. ഈ ആദ്യത്തെ യുദ്ധം ഹിറ്റ്ലർ അല്ലായിരുന്നു. ഹിറ്റ്ലറിന്റെ സ്വേച്ഛാധിപത്യം കൊണ്ടാണ് 2ാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. 1939 സെപ്റ്റംബറിൽ ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിച്ചു. പക്ഷെ ഈ യുദ്ധം തുടങ്ങുന്നതിനേക്കാൾ വളരെ ഭയങ്കരമായിരുന്നു യൂതന്മാരെ കൊല്ലൽ. ഇനി അങ്ങനെയുള്ള ഒരു ചരിത്രം ജർമ്മനിയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ടാണ് 1949 ജർമ്മൻ പാർലമെന്റ് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമുലേറ്റ് ചെയ്തത്.
അതായത് ആ ബുണ്ടസ്റ്റാഗ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ കാര്യമായിട്ട് എടുത്തിരുന്ന ഒരു തീരുമാനമാണ് പീഡിപ്പിക്കപ്പെട്ടവരെ പല കാരണങ്ങൾ കൊണ്ടും വേറെ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരെ ഇവിടെ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ പറ്റി പഠിച്ചതിന് ശേഷം അവർക്ക് ഒന്നുകിൽ ഇവിടെ താമസിക്കുവാനോ അല്ലെങ്കിൽ ഇവിടെ നിന്നും പുറത്തു പോകുവാനുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത്. കാരണം ഈ ഹിറ്റ്ലറിന്റെ കാലത്ത് ധാരാളം പീഡിപ്പിക്കപ്പെട്ട ജർമ്മൻകാര് പുറത്തു പോയിട്ടുണ്ട്. അമേരിക്കയ്ക്കും കാനഡയ്ക്കും സ്വിറ്റ്സർലൻഡിനും പല പല രാജ്യങ്ങളിലേക്കും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. അങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ച ജർമ്മൻകാരുടെ ഒരു പ്രത്യേക ആഗ്രഹമായിരുന്നു അസീലിയം കൊടുത്ത് മറ്റുള്ള ആൾക്കാരെ ഇവിടെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രത്യേക ആഗ്രഹം. ഈ നിയമത്തിൽ നിന്ന് ഇപ്പോൾ വളരെയധികം വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ് ജർമ്മനി. അതാണ് ഇപ്പോൾ നടക്കുന്ന വലിയ വലിയ ചർച്ചകൾ. അതായത് ഇമിഗ്രൻസിന്റെ വരവ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യം. അതായത് ഇമിഗ്രേഷൻ ഗ്യാപ്പ് എന്ന ഒറ്റ വേടി പറയാവുന്ന ഒരു കാര്യം അല്ലേ? അതെ. അപ്പൊ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത്, അതായത് സംഭവ ബഹുലമായിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അതിനൊരു ഭയങ്കര ഒരു രാഷ്ട്രീയ സുനാമി ആയിട്ട് എനിക്ക് തോന്നുന്ന ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമായിട്ട്. ബുധനാഴ്ച ഏറെക്കുറെ ഒച്ചപ്പാട് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ വെള്ളിയാഴ്ച അതിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പാർലമെന്റിൽ തന്നെ വാഗ്വാദങ്ങൾ ഉണ്ടായ ഒരു സംഭവം ഇവിടെ റിപ്പോർട്ട് ഒരല്ല സകല ചാനലുകളും സകല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. അത് എന്തിന്റെ പേരിലാണെന്ന് ചോദിച്ചാൽ, അതായത് ഇൻഫ്ലക്സ് ലിമിറ്റേഷൻ നിയമം എന്ന് പറഞ്ഞ പ്രമേയം, അതായത് നിലവിലെ CDU പാർട്ടിയുടെ, ഇവിടുത്തെ മുഖ്യധാര പാർട്ടിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന CDU, അതായത് ജർമ്മനിയുടെ ആവിർഭാവത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഭരണത്തിലിരുന്ന പാർട്ടി, അതായത് മെർക്കൽ 16 കൊല്ലം ഇരുന്ന ആ പാർട്ടിയുടെ തന്നെ ചാൻസലർ സ്ഥാനാർത്ഥി ഫ്രെഡറിക് മെർസ് ആണ് ഇത് ബുണ്ടസ്റ്റാഗിൽ പ്രമേയമായിട്ട് കൊണ്ടുവന്നത്. അപ്പൊ CDU എന്ന് വെച്ചാല് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ. അത് തന്നെ. അപ്പം CDUവിന് ഒരു സഹോദര പാർട്ടിയും കൂടെ ഉണ്ട്, CSU, അതായത് ബവേറിയ സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് യൂണിയൻ. അപ്പൊ ഇത് രണ്ടുപേരും കൂടെയാണ് പ്രമേയം കൊണ്ടുവന്നത്. അതിന് ഇവിടുത്തെ ഏറ്റവും കുടിയേറ്റ വിരുദ്ധരെന്ന് പരക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന അവരുടെ ആ ഒരു കോണ്ടെക്സ്റ്റ് പോലും, കൺസെപ്റ്റ് പോലും കുടിയേറ്റ വിരുദ്ധരെന്ന് തീവ്ര വലതുപക്ഷ AfD, അതായത് ആൾട്ടർനേറ്റീവ് ഫ്യൂ ജർമ്മനി അല്ലെ ഡോയ്ച്ച്ലാൻഡ്, ആ പാർട്ടി ഇവരെ പിന്താങ്ങിയതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ സുനാമിയായിട്ട് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അതിനെ എങ്ങനെയാണ് ഈ ഇൻഫ്ലക്സ് ലിമിറ്റേഷൻ നിയമം എങ്ങനെയാണെന്ന് വിലയിരുത്തുക? ആദ്യം ജോസ് പറഞ്ഞിരിക്കുന്നത് പോലെ ജനുവരി 29-നായിരുന്നു ആദ്യത്തെ വലിയ ചർച്ച ഇതിനെപ്പറ്റി. അതെ, ബുണ്ടസ്റ്റാഗിൽ. ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ജനുവരി 29-ന് ഈ ജനുവരി 29-നാണ് ഔഷ്വിറ്റ്സിൽ നിന്നും, അതായത് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തിയതിന്റെ 80-ാം വർഷം ആചരിച്ചത്. അതായത് നാസി പാർട്ടികളുടെ വിക്ടിംസിനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോ റഷ്യൻ ആർമിയാണ് വന്ന് ഔഷ്വിറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലം പോളണ്ടിലാണ്, അവിടെ നിന്നും രക്ഷപ്പെടുത്തിയത്. അതിനെപ്പറ്റിയുള്ള വളരെയധികം വളരെ വലിയ മീറ്റിംഗ് നടന്ന ദിവസമായിരുന്നു ഈ 29 ജനുവരി ബുധനാഴ്ച ഉച്ചവരെ. അതിനുശേഷമാണ് ഈ ജർമ്മൻ പാർലമെന്റിൽ കുടിയേറ്റക്കാർ വരുന്നതിന് എതിരായിട്ടുള്ള ചർച്ച നടന്നത്. ആ ദിവസമാണ് ആദ്യമായിട്ട് നാസി പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഒന്നിച്ച് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ഒരു പ്രമേയം കൊണ്ടുവന്നതും അവരുടെ വോട്ടോടുകൂടി, അവരുടെ വോട്ട് CDU ചോദിച്ചില്ലെങ്കിലും ആ വോട്ട് സ്വീകരിക്കുവാൻ തയ്യാറായി
അങ്ങനെ ഒരു നാസി പാർട്ടിയെ പോലെ വീണ്ടും ജർമ്മനിയിൽ സ്വീകരിക്കുന്ന ഒരു വിധമായിട്ട് വന്നു. അവർക്കൊരു വാതിൽ തുറന്നു കൊടുക്കുന്നു എന്നുള്ള ചർച്ചയാണ് ഏറ്റവും വലിയ ചർച്ചയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പൊ ഈ CDU പാർട്ടിയില് അവര് തന്നെ, അതിലെ അംഗങ്ങൾ തന്നെ ഇവിടെ ഇപ്പൊ ഇതിനെതിരായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ, അതായത് എനിക്ക് തോന്നുന്നു 10 സിറ്റികളിൽ, അതായത് കൊളോണിലാണ് 33,000 പേര് അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ കൊളോൺ ഉൾപ്പെടുന്ന സിറ്റികളിലെല്ലാം തന്നെ AFD ആയിട്ട് ഒരു കാരണവശാലും ചേരാൻ പാടില്ലെന്നോ അവരുടെ സപ്പോർട്ട് എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞ് പാർട്ടിയെ തിരുത്താനായിട്ട് പാർട്ടി അനുഭാവികൾ, അംഗങ്ങളല്ല, അനുഭാവികള് പ്രതിഷേധിച്ചത് ഒരു വീണ്ടും വിചാരത്തിന് മെർസിന് അവസരം കൊടുക്കുമോ? ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തീരുമാനമായിരുന്നു ഈ മെർസിന്റെ ഈ മുൻപോട്ട് പോക്ക്. അദ്ദേഹം അമേരിക്കയിൽ ട്രംപ് ജനുവരി 20-നാണല്ലോ പവറിൽ വന്നത്. ട്രംപ് വന്നപ്പോൾ തന്നെ ഏകദേശം 80-90 നിയമങ്ങള് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ആ തീരുമാനത്തിന്റെ ആ വിൽ പവർ, ഇത് മിക്കവാറും മറ്റു പലർക്കും ഇംപ്രസീവായി കാണണം. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ കൂടിയായിരിക്കും മെർസ് പ്രഖ്യാപിച്ചത്. ഇനി ഈ കുടിയേറ്റക്കാരെ കൊണ്ട് വരുന്ന ശല്യം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ അതിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. 22-ന് അഷാഫൻബുർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബവേറിയയിലെ ഒരു സ്ഥലത്ത്, അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നിരുന്ന ഒരു കുടിയേറ്റക്കാരൻ, അദ്ദേഹം മാനസിക രോഗിയായിരുന്നു. അദ്ദേഹത്തിനെ ഇവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം ജർമ്മൻ നിയമമായിട്ട് അദ്ദേഹത്തെ മാറ്റണം എന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷെ എന്തോ കാരണത്താൽ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നിരിക്കുന്ന മാനസിക രോഗിയാണ്. ആ വ്യക്തി ഇവിടുത്തെ ഒരു കിൻഡർ ഗാർഡനിലെ 2 വയസ്സായ കൊച്ചിനെ കത്തിക്ക് കൊന്നു. ആ കൊച്ചിനെ സഹായിക്കാൻ വന്ന ഒരു പ്രായമുള്ള ഒരു ജർമ്മൻകാരനെയും കുത്തിക്കൊന്നു. പലർക്കും പരിക്കേറ്റു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായി തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. അത് പ്രത്യേകിച്ച് കുടിയേറ്റക്കാര്. അപ്പൊ ഇതെല്ലാം കാണിച്ചിട്ടാണ് മെർസ് പറഞ്ഞത്, ഇനി എനിക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുടിയേറ്റം നിർത്താൻ നോക്കണം, അല്ലെങ്കിൽ പുതിയ കുടിയേറ്റക്കാരെ ഇവിടെ വരുത്താൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ കോർട്ട് വിധിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ അനുവാദമില്ലാത്ത ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്നവരെ എത്രയും വേഗം ഇവിടെ നിന്ന് പുറത്തേക്ക് കടത്തണം എന്നുള്ള നിയമമാണ്. അപ്പൊ ഇതിനകത്ത് ഈ മെർസ് പറഞ്ഞത് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളതും ഒരു വശത്തൂടെയാണ്. പക്ഷെ അതിനകത്തൊരു പിഴവ് വന്നത് എങ്ങനെയാണ് പറയാം? ഈ പിഴവ് വന്നത് കൂടുതൽ എടുത്തു കാണിച്ചിട്ടാണ് ഈ പല സമരങ്ങളും ഇപ്പോ പ്രൊട്ടസ്റ്റ് മീറ്റിങ്ങുകളെല്ലാം ഇപ്പൊ നടക്കുന്നത്. ഇപ്പോ കൊളോണിൽ മാത്രമല്ല, ഹാംബുർഗില് 83,000 പേര് പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ധാരാളം പട്ടണങ്ങളിൽ. ഇന്നിപ്പം ബെർലിനിലുണ്ട്. ഇന്നലെ ബെർലിനിലല്ലായിരുന്നു, ഇന്ന് ഞായറാഴ്ച ബെർലിനിലുണ്ടെന്നാണ് ഇന്നലത്തെ റിപ്പോർട്ട് വായിച്ചത്. അതെ. അപ്പൊ ഇതില് ഈ പ്രൊട്ടസ്റ്റില് ഒന്നിച്ചു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ നേതൃത്വം, പ്രൊട്ടസ്റ്റന്റ് സഭയുടെ നേതൃത്വം, മറ്റേ ട്രേഡ് യൂണിയന്റെ നേതൃത്വം, അങ്ങനെയുള്ള പല പല സംഘടനകളും NGOസും എല്ലാവരും ഈ തീരുമാനം ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് ഈ മൈഗ്രൻസിനെ പുറത്തുവിടുന്ന തീരുമാനമല്ല. പ്രത്യുത ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, ആൾട്ടർനാറ്റീവ് ഫോർ ജർമ്മനി എന്നുള്ള IFT ഒന്നിച്ച് ചെയ്തതാണ് പ്രൊട്ടസ്റ്റ്. അതായത് ഒരു നാസി പാർട്ടി പോലെയുള്ള പാർട്ടിയെ
ഈ ജർമ്മൻ സൊസൈറ്റിക്ക് ഒരു അക്സെപ്റ്റൻസ് കൊടുക്കുക തെറ്റാണെന്നാണ് അവർ പറയുന്നതും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഇതിനെ ഫൈറ്റ് ചെയ്ത് അവർക്ക് ഒരു ചാൻസും കൊടുക്കാതിരിക്കുക എന്നുള്ള അപ്പീലിംഗ് ആണ് അവരുടെ ആഗ്രഹം. ഇതുവരെ കഴിഞ്ഞ 16 വർഷം ജർമ്മനി ഭരിച്ചിട്ട് 2021 പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു അഭിപ്രായവും പറയാതിരുന്ന മുൻ ചാൻസലർ മെർക്കൽ ഈ ഒരു വിഷയത്തിൽ മൗനം ഭഞ്ജിച്ചു. അതോടൊപ്പം അവർ പറഞ്ഞത് മെർച്ചിന്റെ ഈ കാഴ്ചപ്പാട് ഏറ്റവും വലിയ തെറ്റാണ്, പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണെന്ന് പറഞ്ഞതിന് ശേഷം അവരൊരു കാര്യം പറഞ്ഞു, മെർച്ചിന്റെ കൺസെപ്റ്റ് നല്ലതാണ്, രാജ്യത്തിന് നല്ലതാണ്, പക്ഷെ AfD-യുമായിട്ട്, അതായത് തീവ്ര വലതുപക്ഷവുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കാര്യം ഇത് നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ അത് പാസ്സാക്കി എടുക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കർശന നിർദ്ദേശമാകാം, അല്ലെങ്കിൽ ഒരു തിരുത്തലാകാം മെർക്കൽ കൊടുത്ത ഒരു കാര്യം. അപ്പൊ അതെങ്ങനെയാണ് ഒന്ന് വിവക്ഷിക്കുന്നത്? ഇതില് മെർക്കലിന് ഒരു പ്രത്യേക റോളുണ്ട്. വാസ്തവത്തില് മെർക്കലാണ് 2015 ഈ അതിർത്തി തുറന്നു കൊടുക്കുവാൻ തീരുമാനിച്ച ചാൻസലർ. അതായത് ജർമ്മനിക്ക് ഒരു ക്രിസ്ത്യൻ മെന്റാലിറ്റി ഉണ്ടെന്നും സോളിഡാരിറ്റി ഉണ്ടെന്നും ഇങ്ങനെ വരുന്ന ജനങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത് ജർമ്മൻ ചാൻസലർ അഞ്ചല മെർക്കലാണ്. 2015 പറയുന്നത് വിർ ഷാഫൻ ദാസ്, യെസ് വി ക്യാൻ എന്നുള്ള, അതായത് നമുക്കത് പറ്റും എന്നുള്ള ഒരു രീതിയിലായിരുന്നു മെർക്കലിന്റെ ആഹ്വാനം. 2014 ഇല്ലീഗലായിട്ട് പോലീസുകാർ പിടിച്ച രജിസ്റ്റർ ചെയ്ത ആളുകളുടെ നമ്പർ 50,000 ആയിരുന്നു 2014. 2015 അത് 150,000 ആയിട്ട് മാറി. അതായത് ഇല്ലീഗലായിട്ട് വന്നിരിക്കുന്നു എന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം അന്ന് 150,000. അവർ പ്രധാനമായിട്ട് വന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെയാണ്. 2016 ആയപ്പോ ഈ നമ്പർ 250,000 ആയിട്ട് കൂടി. അതായത് മെർക്കലിന്റെ ഈ അക്സെപ്റ്റൻസ്, വെൽക്കം കൾച്ചർ അത് പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് മിസ്യൂസ് ചെയ്ത് വന്നു തുടങ്ങി. പിന്നെ അതിനുശേഷം വാസ്തവത്തില് ഈ 2023 128,000 ആയിട്ടത് മാറി. അതായത് 250,000 നിന്ന് 228,000 ആയിട്ട് മാറി. ഈ 2024 അത് 83,000 ആയിട്ട് മാറി. അതായത് കുറഞ്ഞു വരികയാണ്. അതായത് കുറെയൊക്കെ സൊല്യൂഷൻ വന്നു തുടങ്ങി. പക്ഷെ ഇതിനിടയ്ക്ക് സംഭവിച്ച വേറൊരു കാര്യം, 2022 റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോ യുക്രൈനിൽ നിന്ന് 1 മില്യണിൽ കൂടുതൽ ജർമ്മനിക്ക് വന്നിട്ടുണ്ട് അഭയാർത്ഥികളായിട്ട്. പക്ഷെ വ്യത്യാസം ഇത്രയാണ്, ഉക്രൈനിൽ നിന്നും വന്നിരിക്കുന്നവർ കൂടുതൽ വെള്ളക്കാരും ക്രിസ്ത്യാനികളുമാണ്. അതേസമയത്ത് സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്നവരിൽ ഒരു നല്ല ഭാഗം മുസ്ലിംസാണ്. അങ്ങനെയുള്ള വേറൊരു കൾച്ചറൽ പ്രോബ്ലം കൂടി ഇതിലുണ്ട്. അതിന്റെ ഈ പറഞ്ഞ മെർക്കലിന്റെ ആ ഒരു കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് മെർക്കല് ഭരണം 4ാം പ്രാവശ്യം തുടർന്നപ്പോൾ അവര് ഈ ഒരു കാര്യത്തിന് വേണ്ടി മന്ത്രിസഭയോടോ അല്ലെങ്കിൽ പാർലമെന്റിനോടോ അല്ലെങ്കിൽ മറ്റ് ഉപദേശകരോടോ ഒന്നും ചോദിക്കാതെയല്ലേ വിയർ ഷാഫൻ ദാസ് എന്നും പറഞ്ഞ് ഇത്രയും 2 മില്യൺ ആളെന്ന് അന്ന് പറയുന്നു, പക്ഷെ അതിൽ താഴെ വന്നിട്ടുള്ളൂ. എന്നാലും ഏകദേശം 2 മില്യൺ എന്ന് തന്നെ പറയാം. അത്രയും ആളുകളെ ജർമ്മനിയിലേക്ക് കടത്തി വിടാൻ അനുവാദം കൊടുത്തത് ഇവർ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു ഭാഷ്യം പിന്നീട് അവർ തന്നെ അത് പറഞ്ഞിട്ട് ഞാൻ ഖേദിക്കുന്നു, ഞാൻ മാപ്പ് പറയുന്നു, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടെ അവർ വ്യക്തമാക്കിയിരുന്നല്ലോ. ഏതായാലും അന്ന് എന്തുമാത്രം അതിനു മുമ്പ് മെർക്കല് ആലോചിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം അന്നത്തെ സാഹചര്യത്തില്
ഈ ജർമ്മനിക്കും അയൽവക്ക രാജ്യങ്ങളുടെ ഇടയ്ക്കുള്ള സ്ഥലത്ത് ധാരാളം അഭയാർത്ഥികൾ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ഒരു മാനസിക രീതി ഇല്ലാത്ത രീതിയിലാണ് അവർ ജീവിച്ചിരുന്നത്. ഇത് തന്നെയായിരുന്നു ഈ ഇറ്റലിയുടെ അടുത്തുള്ള മെഡിറ്ററേനിയൻ സീയിലും പല കപ്പലുകളിൽ നിന്നും ആളുകൾ മുങ്ങിച്ചത്തതും അപകടത്തിൽ മരിച്ചതും. അപ്പോ പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ മനുഷ്യരെ നമുക്ക് സംരക്ഷിക്കണം. ആ രീതിയിൽ ഉള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ ചിന്തയിലായിരുന്നു മെർക്കല് അത് വിചാരിച്ചത്. അതൊരു എൻ്റെ അഭിപ്രായത്തിൽ മാനസികമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ജർമ്മൻ കമ്മ്യൂണിറ്റിക്ക് അന്ന് അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ജർമ്മൻ ജനത ഇവരെ സ്വീകരിക്കുകയും ഇവർക്ക് ധാരാളം സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഇനി ഭാവിയിലും ഇങ്ങനെ ജർമ്മനിയുടെ ബോർഡർ തുറന്നിരുന്നാൽ കൂടുതൽ ആൾക്കാർ വന്നാൽ ഇവിടെ അബ്സോർബ് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നുള്ള പേടി, അതോടൊപ്പം തന്നെ പ്രൊപ്പഗാൻഡ, അതോടൊപ്പം തന്നെ ഈ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നുള്ള റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, ഇതെല്ലാം ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രൊട്ടസ്റ്റ് കൂടിക്കൊണ്ട് വന്നത്. AfD പറ്റി പറയുമ്പം 2013 ഫെബ്രുവരി 6 ഇത് ഉടലെടുക്കുന്നത്. അതിനുശേഷം അവര് ഒരു തെരഞ്ഞെടുപ്പിലും നേടാതെ എങ്ങും കച്ചി അടിക്കാതെ വന്ന് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 83 സീറ്റ് നേടി. ഏതാണ്ട് 10.3 സീറ്റ് അവർ നേടി. അതിനുശേഷം അവരിൽ ഏതാണ്ട് 83 നിന്ന് 76 പേരായിട്ട് ഇവർ കുറഞ്ഞു. അതിൽ കുറെ പേരെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അപ്പൊ ഈ ഇപ്പോൾ നിലവിൽ 76 പേരാണ് ഇവരുടെ മെമ്പറായിട്ട് പാർലമെന്റിലുള്ളത്. പക്ഷെ ഇവരുടെ ഈ ഒരു പോക്ക് ഇപ്പം കുടിയേറ്റ വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊരു വലിയ സപ്പോർട്ട് വരുന്നു. ഈ സപ്പോർട്ടാണ് ഇപ്പോൾ ഇവിടെ അവരെ 2ാം സ്ഥാനത്ത് എത്തിച്ചിരിക്കുന്നത്. ഒന്നാമത് നിൽക്കുന്നത് CDU ആണ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് ജർമ്മനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര പാർട്ടികളിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ CDU. അതിന്റെ അവരുടെ ഒരു രാഷ്ട്രീയ പിന്തുണ എന്ന് പറയുന്നത് 30 അല്ലെ 31%. അതേസമയം AfD സംബന്ധിച്ച് 20 മുതൽ 21 പറയുന്നുണ്ട്. അപ്പൊ ഇനി ഫെബ്രുവരി 23 ആണ് ജർമ്മനിയുടെ തലയിലെടുത്ത് നടക്കുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ ദിവസത്തേക്ക് ഇനിയിപ്പം എനിക്ക് തോന്നുന്നൊരു 3 ആഴ്ച ഇല്ല, കഷ്ടിച്ച് 3 ആഴ്ച ഉണ്ട്. ഇന്നിപ്പം 2-ാം തീയതി. അപ്പൊ ഈ ഒരു ദിവസത്തിനുള്ളിൽ ഇവര് ഈ പറഞ്ഞ 10ന്റെ ഒരു ഓണർഷിയുടെ ഡിഫറൻസ് ഇവരത് മേൽക്കൈയാകുമോ, അല്ല എങ്കിൽ ഇവര് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ അംഗസംഖ്യ ഇപ്പൊ 48,000 പേര് മാത്രമാണ് ഇവരുടെ ഒറിജിനൽ അംഗങ്ങളെന്ന് അവർ തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതില് AfD പാർട്ടിയിലെ ഇപ്പൊ 76 അംഗങ്ങളുള്ളതിൽ 7.6% ആൾക്കാരും വിദേശികളാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഈ കൺസെപ്റ്റ് അതെങ്ങനെ ഒരു വലിയ ശക്തിയായിട്ട് മുന്നോട്ട് തീരുമോ, അതോ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ജർമ്മനിയിൽ ഈ തെരഞ്ഞെടുപ്പോടെ ഉണ്ടാകുമോ, അതിനെ എങ്ങനെ വിലയിരുത്തും? രാഷ്ട്രീയ ധ്രുവീകരണം ഇപ്പൊ തന്നെ ഉണ്ടായി. അതായത് ഇപ്പൊ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഡെമോക്രാറ്റിക് പാർട്ടികൾ തമ്മില് ഇപ്പൊ വളരെയധികം അകന്നു നിൽക്കുന്ന സമയമാണ്. ഈ നവംബർ മാസം 2024 ഇപ്പോൾ ഭരിക്കുന്ന ആംബിൾ കോalition എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഗ്രീൻസും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ഒന്നിച്ചു ഭരിച്ചിരുന്നത്. നവംബറിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ കോalitionൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് മൈനോറിറ്റി ആയിട്ട് മാറി. അപ്പോ ഈ പാർട്ടികളായിട്ട് ഇപ്പോ മൈനോറിറ്റി ഗവൺമെന്റ് ആണ്. ഈ മൈനോറിറ്റി ഗവൺമെന്റ് ആയിട്ട് കോഓപ്പറേറ്റ് ചെയ്യേണ്ടത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഗവൺമെന്റ് ആയിട്ട് കോഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവർക്ക് പവർ ഇല്ല, പക്ഷെ
ഇപ്പോ ജർമ്മൻ പാർലമെന്റിൽ വരുന്ന പല നിയമങ്ങളും ഒന്നിച്ച് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പാസ്സാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ മെർസിന്റെ പുതിയ ഈ കുടിയേറ്റക്കാരുടെ നമ്പർ വളരെ പല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റോടുകൂടി നിർത്തുന്നതിന്റെ കാര്യം വന്നപ്പോ ഈ പാർട്ടികൾ തമ്മിൽ വളരെയധികം വ്യത്യസ്ത രീതിയിലുള്ള ആർഗ്യുമെന്റായി അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറഞ്ഞു. CDUവും AfD, അതായത് ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി, ആ പാർട്ടിയായിട്ട് ഒന്നിച്ച് ഇലക്ഷനിൽ പങ്കുചേർന്നപ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി CDUവിന് വളരെ എതിരായി, ഗ്രീൻസ് വളരെ എതിരായി. അപ്പൊ അതുകൊണ്ട് ഈ ധ്രുവീകരണം ഇപ്പോ അത്യുച്ഛയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇനി ഉള്ളത് ആലോചിക്കുന്നത് 2025 ഫെബ്രുവരി 23 നടക്കുന്ന ഇലക്ഷനിൽ CDU ആയിരിക്കും മിക്കവാറും ഏറ്റവും വലിയ പാർട്ടി ആകാൻ പോകുന്നത്. എന്നാലും അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടാത്തത് കൊണ്ട് വേറെ കോalition പാർട്ടികളെ അന്വേഷിക്കേണ്ടി വരും. ഇത്രയും നാളും കരുതിയിരുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി, ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ടും ഗ്രീൻസ് ആയിട്ടും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ടും കോപ്പറേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ ഡിബേറ്റ് കാണുമ്പോൾ ഈ കോalition രൂപീകരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. ധ്രുവീകരണം ഇപ്പോഴേ തന്നെ ഉണ്ടായി. അപ്പോൾ ഒരു ന്യൂനപക്ഷ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു കെയർടേക്കർ ഗവൺമെന്റ് ഇപ്പോൾ ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർക്കാർക്കും വ്യക്തമായ ഭൂരിപക്ഷം മജോറിറ്റി കിട്ടുന്നുമില്ല, ഇവർക്കൊരു കൊളീഷൻ രൂപീകരിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇപ്പോ ഈ ഇങ്ങനത്തെയുള്ള ഒരു മെന്റാലിറ്റിയിൽ നിൽക്കുകയാണെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കും ഇത് രൂപീകരിക്കപ്പെടാൻ. പക്ഷെ ജർമ്മൻ ഗവൺമെന്റ് പ്രസിഡന്റ് ഇവരോട് ഒന്നും കൂടെ അഭ്യർത്ഥിക്കും, നിങ്ങൾ അങ്ങനെ വഴക്കിട്ട് പോയാല് നിങ്ങളെ സ്വീകരിക്കുന്ന അബ്സല്യൂട്ട് മജോറിറ്റി കിട്ടുന്നത് വരെ ഇലക്ഷൻ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരിക എന്നുള്ള ഒരു അപ്പീലിംഗ് വഴി ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ വേറെ ഒരു ഡേഞ്ചർ ഉള്ളത് നമ്മളിപ്പോ ഓസ്ട്രിയയിൽ കണ്ടു. അവിടെ ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി പോലെയും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പോലെയുള്ള പാർട്ടികൾ അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞപ്പോ ഗവൺമെന്റ് രൂപീകരിക്കാനായിട്ട് പരിശ്രമിച്ചു. പക്ഷെ അവർക്ക് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ സാധിച്ചില്ല. അപ്പോൾ ഉള്ള പ്രശ്നം വന്നത് അവിടെ ഉണ്ട് ഒരു റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് പാർട്ടി, AfD പോലെ തന്നെ. ആ പാർട്ടിയാണ് ഇപ്പോ ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി പോലെ ഓസ്ട്രിയയിലുള്ള പാർട്ടി ആയിട്ട് ഒന്നിച്ച് ഗവൺമെന്റ് ഇപ്പൊ രൂപീകരിക്കുന്നത്. അവിടെ റൈറ്റിസ്റ്റ് ഗവൺമെന്റ് പവറിൽ വരുന്നു. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്, ജർമ്മനിയിലും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് അതില് ഇപ്പൊ ഡോറ് ഇപ്പം തുറന്നിരിക്കുകയാണല്ലോ കോർപ്പറേഷന്. ജനതാണെങ്കിലും തുറന്നിട്ടുണ്ട്. അപ്പോ ഒരുപക്ഷെ വേറെ ഡെമോക്രാറ്റിക് പാർട്ടികളായിട്ട് ഒന്നിച്ച് രൂപീകരിക്കപ്പെടാതെ വരുമ്പോ ഒരുപക്ഷെ AfDക്ക് ചാൻസ് കൂടിയേക്കാം. അതൊരു ഡേഞ്ചറാണ്. ഇപ്പം ഓസ്ട്രിയയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ തീവ്ര പക്ഷത്തിനാണ് കൂടുതൽ മജോറിറ്റി നേടിയ ആദ്യത്തെ കക്ഷി. അതോർത്തോളൂ. അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം ഒരു കാരണവശാലും ഈ 10% CDUവിനെ കവർ ചെയ്യില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ അവർ ചിലപ്പോ 21, ചിലപ്പോ ഒരു 26 വരെ ചിലപ്പോ നീണ്ടേക്കും. അതിൽ കൂടാൻ വഴിയില്ല. അതോടൊപ്പം മെർസിന്റെ ആ ഒരു ജനപിന്തുണ ഈ ഒരു ഇൻഫ്ലക്സ് ലിമിറ്റേഷൻ നിയമത്തിലൂടെ കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങേർക്കെതിരെയാണ്, അതായത് മെർസിനെതിരെയാണ് ഇന്നലെ മുഴുവൻ മുദ്രാവാക്യവും
അതുപോലെ ഫ്ലെക്സ് പിടിച്ചോണ്ട് ഇറങ്ങിയതും ആൾക്കാർ തെരുവിൽ വിടന്ന് വീരവാദം പറഞ്ഞതും ഇദ്ദേഹത്തിനെതിരെയാണ്. അപ്പം ഏറ്റവും മുൻ പന്തിയിൽ നിൽക്കുന്ന ഒരു കക്ഷി എന്ന നിലയിൽ ചാൻസലർ സ്ഥാനാർത്ഥി എന്ന് ഇവർ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു തട്ടുകേട് വരാൻ സാധ്യതയുണ്ടോ? സാധ്യത ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ഡിബേറ്റ് ഇങ്ങനെ നടന്നതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായത്തില് അത് ഈ അടുത്ത ഇനിയുള്ള 3 ആഴ്ച അപ്പോ ഏകദേശം ഒരു സ്വല്പം തണുക്കാൻ വഴിയുണ്ട്. പിന്നെ മാത്സിന്റെ അല്ലെങ്കിൽ സിഡുവിന്റെ ആകപ്പാടെയുള്ള ഒരു രക്ഷ ആൾട്ടർനേറ്റീവ് പാർട്ടികൾ, ഇപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി വളരെ വീക്കാണ്, ഗ്രീൻസും വീക്കായി കൊണ്ടുവരുന്നു. അവർക്ക് 14% ഇപ്പൊ നിൽക്കുന്നത്. ഏകദേശം അതൊക്കെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമെന്നാണ് ഇവരുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. പിന്നെ ഈ സി ഡി യുവിന്റെ ഒരു പ്രത്യേക ഏറ്റവും പ്രധാന കഴിവുള്ള ഭാഗം എക്കണോമിക് എഫിഷ്യൻസിയിൽ അവർക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ജർമ്മനിയുടെ എക്കണോമി സാഹചര്യം വളരെ വളരെ മോശമാണ്. ഇവിടുത്തെ ഗ്രോത്ത് ഒക്കെ വളരെ വർഷങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റ് ഈ ജനുവരിയിൽ കൂടിയിട്ടുണ്ട്. ഇൻഫ്ലേഷൻ സ്വല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കോമ്പറ്റൻസി ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് എന്നാണ്. അതിലും പ്രത്യേകത ഈ മെർസിന്റെ ഏറ്റവും പ്രധാന കഴിവ് ഈ എക്കണോമിക് ഡെവലപ്മെന്റിലുള്ള കാര്യത്തിലാണ്. അപ്പൊ അത് തന്നെയെങ്കിലും ആലോചിച്ചിട്ട് മെർസിനെ ചാൻസലർ ആക്കാൻ പലരും തീരുമാനിച്ചേക്കാം. പക്ഷെ മെർസിന്റെ ഒരു ഏറ്റവും തെറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ചെയ്തത്. സിഡുവിന് ഏറ്റവും കഴിവുള്ള ഭാഗം എക്കണോമിക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരാതെ ഈ IFDക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഈ മൈഗ്രേഷൻ സബ്ജക്റ്റ് കൊണ്ടുവന്നത് അത് ഒരു തെറ്റായിട്ടുള്ള തീരുമാനമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മെർസ് ചാൻസലർ ആകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അതിനുള്ള ആഗ്രഹമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാനത് ന്യൂട്രലാണ്. പക്ഷെ മറ്റു പാർട്ടികൾക്ക് ഇപ്പൊ ഷോൾസിന് ഇനി ചാൻസലർ ആകാൻ സാധ്യത തീരില്ല. ആ പറഞ്ഞത് 100% ഞാനും അംഗീകരിക്കുന്നു. കാരണം മെർസിന്റെ ആ ഒരു കഴിവ് ഇക്കോണമിയെ നുള്ളേന്ന് വേണം മേലോട്ട് കൊണ്ടുവരാൻ. കാരണം ഇത് കംപ്ലീറ്റ് കൂപ്പുകുത്തി നിൽക്കുന്നു. ഇവിടുത്തെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ തൊഴിലില്ലായ്മ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു നിൽക്കുന്നു. അതുപോലെ ഇവിടുത്തെ കമ്പനിക്കാർ മൊത്തം തെരുവിലിറങ്ങിയിട്ട് സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ഇവിടെ നിക്ഷേപം വരുന്നില്ല, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലത്തെ കാര്യങ്ങള്. അതോടൊപ്പം ഇക്കോണമിയുടെ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആ സംഭവം IMF പോലും ജർമ്മനിക്ക് അടുത്ത കാലത്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബർ അവസാനം അവർ കൊണ്ടുവന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കണക്കൂട്ടി നോക്കി കഴിയുമ്പോൾ അതിലുപരി ജർമ്മനിയുടെ ആ ഒരു വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് ഇവിടുത്തെ കാർ വ്യവസായമായിരുന്നു. ഈ കാർ വ്യവസായത്തിന് ഏറ്റവും വലിയ തട്ടുകേട് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഫോക്സ് വാഗനിൽ നിന്ന് 1,30,000 പേരെ ഒറ്റയടിക്ക് വിടും എന്നുള്ള ഒരു സർക്കുലർ അതവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ട്രംപ് കഴിഞ്ഞ ജനുവരി 20 അവിടെ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വരുന്ന സാധനങ്ങൾ അല്ലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൊടുക്കണമെന്നുള്ള ഇന്ന് ട്രംപ് അത് ചൈനയ്ക്കും മെക്സിക്കോയ്ക്കും ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ജർമ്മനിക്കും അല്ലെ യൂറോപ്പിനും അത് വന്നു കഴിയുമ്പോൾ അതും ജർമ്മനിക്ക് വലിയ ഒരു തിരിച്ചടിയായിട്ട് മാറുന്ന ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ അതിന്റെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ ഈ ജർമ്മനിയിലെ പാർട്ടികൾ നോക്കിക്കഴിഞ്ഞാല് ഞാൻ ഒരു ഓടിച്ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ 41 പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് അർഹതയുണ്ടായിരുന്നു. അതിൽ 29 പാർട്ടികൾക്കാണ് മത്സരിക്കാൻ ഒരു ഇട കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ രാജ്യവ്യാപകമായി മത്സരിക്കുന്ന 10 പാർട്ടികളെ മറ്റൊന്നും തന്നെ പ്രാദേശികമായിട്ട് നിൽക്കുന്ന പാർട്ടികൾ. അപ്പൊ ഇങ്ങനെ സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണല്ലോ ഇവിടുത്തെ പാർട്ടികൾ മുന്നോട്ട് പോകുന്നത്. അല്ല നാട്ടിൽ നമ്മൾ ബക്കറ്റ് കൊണ്ട് പിരിക്കുന്ന ഒരു സ്വഭാവം ഇവിടെ ഇല്ലല്ലോ. പിന്നെ വ്യക്തികൾ കൊടുക്കുന്ന എന്താ പറയുന്ന
ഒരു ഫണ്ടുണ്ട്. അതെല്ലാം കണക്കിൽപ്പെടുന്ന കാര്യങ്ങൾ. അതെ. അപ്പൊ ഇതെല്ലാം ഫിനാൻസ് ആക്ടിന്റെ തെളിവോടുകൂടി അല്ലെങ്കിൽ അതിന്റെ ഓഡിറ്റോട് കൂടിയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ CDUവിന്റെ ഇപ്പോഴത്തെ ആ ഒരു നിലവാരത്തിൽ നിന്ന് ഇവര് ഒരു 3 പോയിന്റും കൂടെ നേടുമോ? ഇപ്പൊ 31 നിൽക്കുന്നു. മെർസിന്റെ ഒരു അവകാശവാദം 35 കൊണ്ടുവരണം. എന്നിട്ട് ഗ്രീനിനെ പിടിച്ച് ചാൻസലർ ആകണമെന്നുള്ളതാണ് പുള്ളി ഇതിനു മുമ്പ് നമ്മുടെ ഈ നിയമത്തിന് മുമ്പ് പറഞ്ഞു വെച്ചിരുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഗ്രീൻസിനും അതിനൊരു താല്പര്യമുണ്ട്. കാരണം ഹാബക്ക് രാജ്യത്ത് ഇപ്പം അദ്ദേഹത്തിന് ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതിനകത്ത് ഇവർ രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പം ഇക്കോണമിക്ക് ഒരു ഉത്തേജനം, ഒരു വലിയ പ്രോഗ്രസ് ലഭിക്കുമോ? നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലഭിക്കും. ഈ മെർസിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഗ്രീൻസിനെ ചേർക്കാൻ. പക്ഷേ ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും ഒന്നിച്ചാണ് ഫ്രാക്ഷൻ ആയിട്ട് നിൽക്കുന്നത്. ഈ ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയന്റെ ചെയർമാൻ സോഡർ എന്ന് പറഞ്ഞ ചീഫ് മിനിസ്റ്റർ ഉണ്ട് ബവേറിയയുടെ. അദ്ദേഹം ഡെഡ് അഗൻസ്റ്റ് ആണ് ഗ്രീൻസിനെ ഒന്നിച്ച് ഭരിക്കാൻ. അപ്പൊ അതില് തന്നെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഈ അഭയാർത്ഥി പ്രശ്നത്തെ പറ്റിയുള്ള ഇപ്പോ നടന്ന ഡിബേറ്റില് ഏറ്റവും കൂടുതൽ മെർസിനെ ഒപ്പോസ് ചെയ്യുന്ന പാർട്ടി ഗ്രീൻസ് ആണ്. അപ്പോ അതില് ഈ കോalition രൂപീകരിക്കുമ്പോൾ അതൊരു ഹാർഡിലായിട്ട് മാറിയേക്കാം. എങ്കിലും അവസാനം അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുമ്പേ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രസിഡന്റിന്റെ ആ ഒരു വിവേചന അധികാരം വെച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് ഒരു ഗവൺമെന്റ് വേണം എന്നുള്ള ഒരു കർശനം അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കാൻ പുള്ളിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ഒരു പവറുണ്ട്. അതനുസരിച്ചിട്ടുള്ള അദ്ദേഹം വളരെ മിടുക്കനാണ്. രാഷ്ട്രീയമായിട്ടും അത് CDUവിന്റെ ഒരാളായിട്ട് നിൽക്കുന്ന SPD ഒരാളായിട്ട് നിന്നിട്ട് പുള്ളി പ്രസിഡന്റായിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ രാജ്യത്തിനൊരു നേട്ടം. നമ്മളിപ്പം അത് പറയാൻ കാരണമുണ്ട്. നമ്മുടെ മലയാളികള് നമ്മുടെ നഴ്സിംഗ് മേഖലയില്, കമ്പ്യൂട്ടർ മേഖലയില് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഇവരെല്ലാം തന്നെ ജർമ്മനി സ്വർഗരാജ്യമായിട്ട് നോക്കി കണ്ട് മനസ്സ് മുഴുവൻ നിറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇക്കോണമി കംപ്ലീറ്റ് കൂപ്പ് കുത്തി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഇവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? ഇപ്പൊ തന്നെ ഓപ്പർച്യൂണിറ്റി കാർഡ് വെച്ചിട്ട് വന്നവരൊക്കെ തന്നെ ജോലി കിട്ടാതെ അലയുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നമ്മുടെ മലയാളികൾക്ക് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുന്ന ഒരവസ്ഥ ഈ ഒരു അടുത്ത ഭരണകക്ഷിയുടെ കാലത്ത് തിരിച്ചടി ആയിരിക്കുമോ അതോ നമുക്കൊരു നേട്ടം ഉണ്ടാകുമോ? അതെങ്ങനെയാ നമുക്കൊന്ന് വിലയിരുത്താൻ പറ്റുന്നു? എന്റെ അഭിപ്രായത്തില് ഈ മലയാളികള് എവിടെ ചെന്നാലും ഈ പൂച്ച വീഴുന്ന പോലെ എങ്ങനെയെങ്കിലും ഏത് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായാലും രക്ഷപ്പെടുവാനുള്ള എല്ലാവിധ കഴിവുകളും ഉപയോഗിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോ പുതിയ ഗവൺമെന്റ് വന്നാലും ഇപ്പൊ ലീഗലായിട്ട് വന്നിരിക്കുന്ന മലയാളികൾക്ക് പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരുടെയും സ്വഭാവം പോലെയൊക്കെ ഇരിക്കും. എന്നാലും ഇവിടെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇന്ത്യക്കാര്. അപ്പോ അതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ അത്ര എളുപ്പത്തില് ഇപ്പൊ ഞാനൊക്കെ വന്ന സമയത്തോ അല്ലെങ്കിൽ ജോസൊക്കെ വന്നിരുന്ന സമയത്തെ പോലെ അക്സെപ്റ്റഡ് ആകാൻ വഴിയില്ല. കാരണം ഇവിടുത്തെ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാനൊക്കെ വന്ന സമയത്ത് ഒരു എക്സോട്ടിക് ഡയമെൻഷൻ ഉണ്ട്. അതായത് വളരെ റെയർ ആയിട്ടുള്ള വിദേശികളിൽപ്പെട്ടതാണ് ഞങ്ങളൊക്കെ ആയിരുന്നത് 10-60 വർഷം മുമ്പൊക്കെ. പക്ഷെ ഇപ്പോ വിദേശികൾ ഇവിടെ വളരെ സൂക്ഷിച്ച് ജീവിക്കണം. കാരണം ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മളെയൊക്കെ അറിയുന്നത് കൊണ്ട് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തേക്കാം. പക്ഷെ ഇവിടുത്തെ പബ്ലിക്കില് നമ്മള് അനോണിമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കണ്ട നമ്മൾ വിദേശിയാണ്, എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നും ആർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നമ്മുടെയൊക്കെ സുരക്ഷയെ പറ്റി സ്വല്പം കൂടെ കൂടുതൽ ആലോചിക്കേണ്ടതുണ്ട്. ലീഗലായിട്ട് വന്നാല് ഇനിയും ജർമ്മനിയിൽ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം ജർമ്മൻകാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവരെ പല പ്രാവശ്യം എന്തുമാത്രം
കഷ്ടപ്പെട്ടാണ് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോ ജർമ്മനിയെ ഇവർ വീണ്ടും ഉയർത്തിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴുള്ള എക്കണോമിക് പ്രശ്നങ്ങളിൽ നിന്ന് വീണ്ടും ഉണർന്നു വരുവാനുള്ള കഴിവും പ്രാപ്തിയും ജർമ്മൻ ജനതയ്ക്കുണ്ട്. അപ്പൊ അവരോടൊപ്പം നമ്മുടെ ഒപ്റ്റിമിസ്റ്റിക് ആണ്. അതെ, അവരോടൊപ്പം നമ്മുടെ മലയാളികളും നമ്മുടെ കഴിവും രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരും എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത്, അല്ലേ? അത് അതെ. അതോടൊപ്പം ഇവിടെ നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള അവരെ അറിയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം. അതിനെപ്പറ്റി ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറയാം. വോട്ടിംഗ് സിസ്റ്റം, അതായത് ഒരാൾക്ക് 2 വോട്ട് ചെയ്യാതെ, അതായത് ഇവിടെ ഓരോ കൺസ്റ്റിറ്റ്യുവൻസിയിലും നിൽക്കുന്ന പാർട്ടിയുടെ മെമ്പേഴ്സ് അവർക്കാണ് ഒന്നാമത്തെ വോയിസ് കൊടുക്കേണ്ടത്, ഒന്നാമത്തെ വോട്ട്. അതിന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് വോയിസ്, എർസ്റ്റെസ്റ്റിമ. പിന്നെ ഇവിടുത്തെ പ്രത്യേകതയാണ് എല്ലാ പാർട്ടികൾക്കും ഒരു ലിസ്റ്റ് ഉണ്ട്, ലാൻഡ് ലിസ്റ്റ് എന്ന് പറയും. അതായത് ആ ലിസ്റ്റില് പാർട്ടിക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ വോയിസ് കൊടുക്കുന്നത് ഓരോ പാർട്ടിക്കാണ്. ഈ ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന ടോട്ടൽ വോട്ടിന്റെ ശതമാനം അനുസരിച്ചാണ് പാർലമെന്റിൽ ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. അതായത് ഒരു 100 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടെങ്കിൽ 100 സീറ്റ് നേരിട്ട് ജയിച്ചു പോകുന്ന പാർട്ടി മെമ്പേഴ്സ്, അതായത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജയിക്കുന്ന പാർട്ടിക്കാരൻ പാർലമെന്റിലേക്ക് പോകും. പിന്നെ പക്ഷെ എത്ര മെമ്പേഴ്സ് ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ പാർട്ടിക്ക് ലഭിക്കുന്ന ടോട്ടൽ സെക്കൻഡ് വോയിസ് ആണ്, സെക്കൻഡ് വോട്ടാണ്. അതായത് ഒരാൾക്ക് 2 വോട്ടുണ്ട്, എർസ്റ്റെസ്റ്റിമ ഒരു വ്യക്തിക്ക്, പാർട്ടിയുടെ. രണ്ടാമത്തെ വോയിസ് ഒരു പാർട്ടിക്ക്. അതാണ് ഈ പറയുന്ന, ഇപ്പോ സിഡുവിന് 30% കിട്ടിയെന്ന് പറഞ്ഞാല് 100 സീറ്റ് പാർലമെന്റിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിൽ 30 സീറ്റ് സിഡിയുക്കാർക്കാണ്. എസ് പി ഡിക്ക് 15% കിട്ടിയെന്ന് പറഞ്ഞാല് ആ 100 സീറ്റില് 15 സീറ്റ് ആണ് എസ് പി ഡി. അങ്ങനെ തിരിയും. ടോട്ടൽ സീറ്റ് അടുത്ത പ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നത് മാക്സിമം 630 സീറ്റ്. അതിപ്പോ ഒരു റിഫോം ഉണ്ടായിട്ടാണ്. വാസ്തവത്തില് ജർമ്മനിയില് 598 603 വരെയായിരുന്നു അന്ന് കണക്കൂട്ടിയത് ഞാനൊക്കെ വരുമ്പോ. അതാണ് പിന്നീട് അവർ മാറ്റിയിട്ടും 709 ആക്കി. അത് പിന്നെ ഇവർ റെഡ്യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ 630 കൊണ്ടുവന്നിട്ട് അതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം ഏതാണ്ട് 10 മില്യൺ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനാകാത്ത ഒരു അവസ്ഥയുണ്ട് ഇത്തവണ. അതായത് ആകെയുള്ളത് 60 ലക്ഷം ആൾക്കാർക്കാണ് വോട്ടിംഗ്. കൃത്യമായിട്ട് പറഞ്ഞാല് 59.2 മില്യൺ വോട്ടർമാർ ആകെ ജർമ്മനിയിലുള്ളത്. അതെ, അതായത് 84 ദശലക്ഷം മനുഷ്യർ ജർമ്മനിയിൽ വസിക്കുന്നുണ്ട്. അതിലെ വോട്ടേഴ്സ് ചെറുപ്പക്കാർക്ക് ഇല്ലല്ലോ. അപ്പോ അങ്ങനെയാണ് ഏകദേശം 60 വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇരട്ട പൗരത്വമുള്ള കുറെ ആൾക്കാരുണ്ട്. അവരുടെ ഈ സർട്ടിഫിക്കേഷൻ ഇലക്ടറൽ രജിസ്റ്ററിൽ പേരില്ലാത്ത കുറെ ആൾക്കാർ, അവർക്ക് ഇത്തവണ വോട്ട് ചെയ്യാനാവില്ലെന്ന് ഇവിടെ ഒരു വലിയ പരാതി ഉയർന്നത് ഇപ്പൊ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് അതിന്റെ ബാക്കി കംപ്ലീറ്റ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ 23-നകം നടക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത് ഈ വർഷം സെപ്റ്റംബർ 26-നോ 27-നോ നടക്കാനിരുന്ന വോട്ടാണ് സ്നാപ്പ് ഇലക്ഷനായിട്ട് വന്നത്. അതുകൊണ്ട് ഇവരുടെ ഒന്നാമത് പേപ്പർ വർക്കിന് ജർമ്മനി ലോക അല്ലെങ്കിൽ വേൾഡ് മൈസ്റ്റർമാരാണ്. ഇവരുടെ ഡിജിറ്റൽ സംവിധാനം ഇല്ലാത്തതിന്റെ കുറവാണെന്ന് തന്നെ ഇപ്പം ഇതിന് പരാതി വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഇരട്ട പൗരത്വം ഉള്ളവർക്കൊന്നും കൂടുതൽ പേർക്ക് ഇപ്പം വോട്ട് ചെയ്യാൻ മേലാത്ത അവസ്ഥയാണുള്ളതെന്നുള്ളത് കഴിഞ്ഞ ദിവസം പേപ്പറിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 10 മില്യൺ ആൾക്കാർ
ഇത്തവണ വോട്ടിംഗ് ഔട്ടായി പോകുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ജർമ്മൻ സിസ്റ്റത്തില് വോട്ടിംഗ് സിസ്റ്റത്തില് ഒരു പ്രത്യേകതയുള്ളത്, ഒരു പാർട്ടിക്ക് 5% താഴെ കിട്ടുകയാണെങ്കിൽ ആ പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടില്ല. അതെ, അത് തന്നെയല്ല അവർക്ക് അംഗീകാരമില്ല. അത് ഈ പല ചെറിയ ചെറിയ പാർട്ടികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത് ഈ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയത് നമ്മുടെ ഡി ലിങ്കിനാ. അവർക്ക് 3.6% അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ വേറെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, 3 വ്യക്തികൾക്ക് ഡയറക്റ്റ് മൻഡേറ്റ്, അതായത് അവര് ഇപ്പൊ ലെഫ്റ്റ് പാർട്ടിയിൽ നിന്ന് 3 വ്യക്തികള് നേരിട്ട് കൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് എലക്റ്റഡ് ആയി. അങ്ങനെ 3 ആള് എലക്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ആ ലഭിച്ചിരിക്കുന്ന 3.6% ആണെന്നല്ലേ പറഞ്ഞേ, അതനുസരിച്ചുള്ള സീറ്റ് ലഭിക്കും. അതൊരു എക്സെപ്ഷനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്കും ഇതിന്റെ പ്രാതിനിധ്യം കിട്ടുമെന്നാ പറഞ്ഞു. അതെ, പ്രാതിനിധ്യം കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ലെഫ്റ്റ് പാർട്ടിയിൽ നിന്ന് അംഗീകരിക്കപ്പെട്ട അറിയപ്പെടുന്ന 3 ആളുകള് ഡയറക്റ്റായിട്ട് ഇലക്ഷന് നിൽക്കുന്നത്. അത് ഒന്ന് ട്യൂറിങ്ങിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആണ് റാംലു, പിന്നെ ഒന്ന് ഡോക്ടർ ഗീസി, പിന്നെ വേറൊരാള് പിന്നെ വേറെ, അങ്ങനെ 3 ആള്. അവര് എക്സ്ട്രാ നിൽക്കുന്നതിന്റെ കാരണം അവർ ജയിക്കുമെന്ന് കരുതിയിട്ടാണ്. അതായത് പാർട്ടിക്ക് 5% താഴെ കിട്ടിയാലും ഈ 3 ആള് ജയിച്ചാല് ഡയറക്റ്റ് മൻഡേറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് ഒരു ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മള് ഇപ്പം ഡി ലിങ്കയുടെ കാര്യം പറഞ്ഞു. CDUവിന് ഏകദേശം ഒരു ശതമാനം കിട്ടി, ഒരു 35% കിട്ടി. ഞാനന്ന് ഒരു ഇത് ചെയ്യുക, 35ന്റെ കൂടെ ലിങ്കിനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ലിങ്കിനെ ഇവർ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. ലിങ്കിനെ അധികാരത്തിൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, അതിനാണ് ഫയർവാൾ. അതായത് അഗ്നിഭിത്തി, അതായത് ഇന്ന കുറച്ച് അകലം പാലിക്കുക, അൺടച്ചബിലിറ്റി. അങ്ങനെയുള്ള ഒരു ഫയർവാളാണ് ഈ എല്ലാ പാർട്ടികൾക്കും ഇത്രേ വരെ IFD ആയിരുന്നത്. ഫോർ ജർമ്മനി എന്നുള്ള പാർട്ടിയെ തൊടിയിപ്പിക്കരുത്, കാരണം അവരെ തൊട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട് മുഴുവനും കത്തിപ്പോകും എന്നുള്ള ഒരു ചിന്തയിലാണത്. അങ്ങനെയുള്ള ഒരു ഫയർവാളാണ് ഈ ലിങ്ക് പാർട്ടി, ഈ മറ്റേ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി കരുതിയിരിക്കുന്നത്. ലെഫ്റ്റിസ്റ്റിക് പാർട്ടി പഴയ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, അവരെ അടുപ്പിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കൂടെ ഭരിക്കില്ല. അതേസമയം സാറാ വാഗ്നിക്നെഹ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സ്ത്രീ, BSW, ആ സ്ത്രീ പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. അവരെ ഒരു പക്ഷെ CDUക്കാരും സ്വീകരിച്ചേക്കാം. അവർക്ക് നിലവിലെ അവരുടെ ജനപിന്തുണ എത്രയാണെന്നറിയാം, 12% ഉണ്ട്. അതെ. അപ്പം ഇവരെ എഴുതി തള്ളാൻ പറ്റുകയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവര് തന്നെ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, ടൂറിങ്ങിനും എനിക്ക് തോന്നുന്ന സാക്സനിലും അവര് നന്നായിട്ട് നേടിക്കഴിഞ്ഞത് കൊണ്ടാണ് അവരിപ്പോ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു വലിയ ചിലപ്പം SPD കവർ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അവര് സാക്സനിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ CDU ഒരു പക്ഷേ അവരുമായിട്ട് കൂടാനും വഴിയുണ്ട്. ഈ കഴിഞ്ഞ വോട്ടിങ്ങില് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയോട് ഒന്നിച്ചു ചേർന്ന് അവര് വോട്ട് ചെയ്തു ഈ മൈഗ്രേഷനെതിരായിട്ട്. അതെ, മൈഗ്രേഷനെതിരായിട്ട് ചെയ്തു. ശരിയാ. ഈ മൈഗ്രേഷന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു പ്രമേയം കൊണ്ടുവന്നിട്ട് അത് ആദ്യം തന്നെ തള്ളിക്കളഞ്ഞു. അത് എന്തുകൊണ്ടാണ് ഇവർ തള്ളിക്കളഞ്ഞത്? അത് ജർമ്മനിക്ക് വേണ്ടതല്ലേ? കാരണം ഇവിടുത്തെ സുരക്ഷിതത്വവും രാജ്യത്തിന്റെ സുരക്ഷിതത്വവും ഇല്ലാതെ ആക്കുന്ന ഒരു അവസ്ഥയില്ല ഈ കുടിയേറ്റക്കാരൊക്കെ ഉണ്ടാകുന്നത്. അതെന്തുകൊണ്ടാണ് ഇവർ തള്ളിയത്? അതില് തള്ളിയതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് മാത്സ് പറയുന്നു, ഈ നിയമത്തില് ഈ ജർമ്മൻ അതിർത്തിയിലേക്ക് വരുന്നവര്
ലീഗൽ പേപ്പർ ഇല്ലെങ്കിൽ യാതൊരു കാരണവശാലും അവർക്ക് ഇവിടെ ഒരു കോർട്ട് കൊടുക്കാൻ പാടില്ല. പക്ഷെ അത് യൂറോപ്യൻ നിയമത്തിന് എതിരാണ്. അതായത് മെർച്ച് പറയുന്നത് ജർമ്മൻ ബോർഡർ വർഷങ്ങൾ തന്നെ കൺട്രോൾ ചെയ്തിരിക്കണം. ഇല്ലീഗലായിട്ട് വരുന്നവരെ ഉടനെ തിരിച്ചയക്കണം. പക്ഷെ ഈ ഷെങ്കൻ രാജ്യങ്ങള് താത്തി വെച്ചിരിക്കുന്ന രാജ്യങ്ങളാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു വിസ ഓസ്ട്രിയയിൽ കിട്ടിയാല് ജർമ്മനിക്ക് വരാം, അതിന് പ്രത്യേക വിസ വേണ്ട. അതാണല്ലോ ഈ ഷെങ്കൻ വിസ എന്നൊക്കെ. അങ്ങനെയുള്ള രാജ്യങ്ങള് പറഞ്ഞിരിക്കുന്നത് ഈ ബൗണ്ടറി ചെക്കിങ് അത്യാവശ്യം മാത്രം, എമർജൻസി കേസുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള അതിർത്തികളിൽ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ മെർച്ച് പറയുന്നത് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോളിങ് വേണം. അതുപോലെ പറഞ്ഞിരിക്കുന്നു, അതിർത്തിയിൽ വന്നിരിക്കുന്ന കൂട്ടർക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവർ ഇല്ലീഗലാണെങ്കിൽ അവരെ താമസിപ്പിക്കാൻ പല പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്, ഈ ജയില് പോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ തിരിച്ചു പോകുന്നത് വരെ അവിടെ താമസിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങള് നിയമപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് പിന്നെ കോർട്ടുകൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷെ യൂറോപ്യൻ യൂണിയന്റെ നിയമം അനുസരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന ഈ നിയമത്തില് പല കാര്യങ്ങളും പുതിയതായിട്ട് ചെക്ക് ചെയ്യാനുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും അല്ലായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. ഈ പ്രാവശ്യം IFD ഒന്നിച്ച് CDU വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് അവര് ആദ്യമേ തന്നെ അവര് അതിൽ അക്സെപ്റ്റ് ചെയ്യാതിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പം പറഞ്ഞില്ലേ, ഈ അനധികൃതമായിട്ട് വരുന്നവരെ തടങ്കൽ പാർപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്വാണ്ടനാമോ പോലെ ഒരു തടങ്കൽ പാളയം ട്രംപ് ഇപ്പോൾ അത് തുറന്നു കൊടുത്തിട്ട് 30,000 പേരെ ഡയറക്റ്റ് അങ്ങോട്ട് തള്ളിവിടുന്ന ഒരു അവസ്ഥ ഇത് ക്യൂബയില് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ മിലിറ്ററി ബേസ് ആണത്. അപ്പൊ അവിടെ അതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ട്രംപിന്റെ ഒരു ചെറിയ ബാധ ഇങ്ങനെ ഇത് മെർച്ച് എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇപ്പം ഈ അവസാനം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടെ കൂട്ടിച്ചേർത്താൽ, അധികാരത്തിൽ വന്നാൽ ഇത് വീണ്ടും വിചാരത്തിലൂടെ ഞാൻ പ്രാവർത്തികമാക്കുമെന്ന് ഇന്നലെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെ, ഡയറക്ഷൻ അങ്ങോട്ടാണ്. അപ്പൊ അത് ഈ CDUവിന്റെ കൺസെപ്റ്റിനോ അല്ലെങ്കിൽ ജർമ്മനിയുടെ ആ ഒരു വിശാല മനസ്ഥിതിക്കോ ഒരിക്കലും ചേർന്നതല്ലല്ലോ. ജർമ്മനിയുടെ ഇപ്പൊ ഉദാഹരണമായിട്ട് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആദ്യമേ തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ സോഷ്യൽ ടീച്ചിങ് വെച്ചിട്ടാണ്. അതായത് വളരെയധികം ക്രിസ്ത്യൻ കാത്തലിക് ആൻഡ് പ്രൊട്ടസ്റ്റന്റ് ടീച്ചിങ്സ് വഴി ഉള്ള എത്തിക് ആൻഡ് മോറൽ ആൻഡ് സോളിഡാരിറ്റി, സബ്സിഡിയാരിറ്റി, ഇങ്ങനെയുള്ള പല പ്രിൻസിപ്പിൾസും വെച്ചിട്ട് ഉത്ഭവിച്ച പാർട്ടിയാണത്. അപ്പൊ അതുകൊണ്ട് ഈ നിയമപ്രകാരം ഇപ്പൊ ട്രംപ് ചെയ്യുന്നത് പോലെ ഇവിടെ സ്വീകാര്യപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ചർച്ചുകളും അതിൽ കോപ്പറേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോപ്പറേറ്റ് ചെയ്യത്തില്ല. ജർമ്മനിക്ക് ചരിത്രപരമായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അതെ, അപ്പൊ അത് കോപ്പറേറ്റ് ചെയ്തില്ല. കാരണം കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിന് തെരുവിലിറങ്ങിയത് ഈ പറഞ്ഞ കൈകളെല്ലാം കൂടെ അല്ലേ, ഈ പറഞ്ഞ ആൾക്കാരല്ലേ. അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മെർച്ചിപ്പൻ പുറത്ത് നിൽക്കുമ്പോ എന്തും പറയാം. അധികാരം കയ്യിലോട്ട് വന്നു കഴിയുമ്പം, പാർലമെന്റിൽ വന്നു കഴിയുമ്പം, അല്ലെ മിനിസ്ട്രി ഉണ്ടാക്കി കഴിയുമ്പം അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിക്കൊന്നും പ്രവർത്തിക്കാനാവില്ല. കാരണം ഇടത്തും നോക്കണം, ഇപ്പം പാർലമെന്റിൽ പുള്ളി പറഞ്ഞു എനിക്ക് ഇടത്തും നോക്കണ്ട വലത്തും നോക്കണ്ട, കുക്ക ഗ്രാഡെന്ന് പുള്ളി എനിക്ക് നേരെ നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നുള്ള ഒരു എന്നാ പറയുന്ന ഇച്ചിരി യാതൊരു വിധത്തിലും ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി അല്ലായിരുന്നു അത്. അപ്പൊ അത് തന്നെയാണ് പുള്ളിക്ക് പറ്റിയ, അദ്ദേഹത്തിന് പറ്റിയ, മെർസിന് പറ്റിയ ഒരു ഏറ്റവും വലിയ പിഴവെന്നാണ് എനിക്ക് തോന്നുന്നത്.
മലയാളത്തിൽ അതിന് ഒരു ഉങ്ക് എന്ന് പറയും. ഉങ്ക്. അതുപോലെ ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന ഏകദേശം നമ്മള് നിലവിലെ രാഷ്ട്രീയം, അതായത് പിന്നെ ധ്രുവീകരണത്തിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരു രാഷ്ട്രീയ സുനാമിയായിട്ട് വളർന്നു വന്ന ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു വിഷയം ഇനി ഒടുവില് നമ്മൾ ഇക്കോണമി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ പോയി, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ പോയി കഴിഞ്ഞ 15 വർഷമായിട്ട് ഇതൊന്നും ഇല്ലാതെ പോയതിന്റെ ഒരു ബാക്കിപത്രമാണ് ജർമ്മനി ഇപ്പം കൂപ്പുകുത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പോളിസി, അതായത് കംപ്ലീറ്റ് പൊളിച്ചെഴുതേണ്ട ഒരു കാര്യമാണ് ജർമ്മനിയെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളത്, അല്ലെ ഉത്തേജിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ ആളുകൾക്ക് ഇനിയുള്ള ഇപ്പം ഷോൾസ് കഴിഞ്ഞ ഒക്ടോബറിൽ നാട്ടിൽ പോയപ്പോൾ 90,000 വിസ കൂടുതലായിട്ട് കൊടുക്കണമെന്ന് മോഡിയായിട്ട് ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആളുകൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ അവർക്ക് അതിന്റെ നേട്ടമുണ്ടാകും, അതോടൊപ്പം ജർമ്മനിക്ക് അതിന്റെ നേട്ടമുണ്ടാകും. പിന്നെ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്ന ഒരവസ്ഥയും ഉണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ സൃഷ്ടിക്കാനുള്ള പാകത ഈ വരുന്ന ഗവൺമെന്റ് കാണിക്കുമോ, ഉണ്ടാകും? അത് നമുക്ക് കണ്ടറിയാനേ പറ്റുള്ളൂ. ഏതായാലും ജർമ്മൻ ഡെമോക്രസി ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തില് സ്വല്പം ആരോഗ്യമുള്ള ഒരു ഡെമോക്രസിയാണ്. ഇവിടെ കൗണ്ടർ വെയിലിംഗ് പവർ ഉണ്ട്. അതായത് തമ്മിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ജർമ്മനി യൂറോപ്പിന്റെ നടുവിലാണ് കിടക്കുന്നത്. ജർമ്മനിക്ക് തനിച്ച് ഒരു ഏകാധിപത്യം ഇനി കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഹിറ്റ്ലർ ചെയ്ത പോലെ ഒന്നും ഇനി ഇവിടെ ചെയ്യാൻ പറ്റില്ല. യൂറോപ്യൻ യൂണിയൻ സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ജർമ്മനിക്ക് ഒരു നല്ല റോളുണ്ട്. അപ്പൊ ഈ ജർമ്മനിയുടെ മറ്റ് അയൽവക്കത്ത് കിടക്കുന്ന ജർമ്മനി യൂറോപ്പിന്റെ മധ്യത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് ഈ ചെങ്കൻ രാജ്യങ്ങളാണ് ചുറ്റുപാടും കിടക്കുന്നത്. അപ്പൊ അവരുടെയും സഹായത്തോടു കൂടി, കോഓപ്പറേഷനോട് കൂടിയേ ജർമ്മനിക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ജർമ്മനി ഭാവിയിലും ഡെമോക്രസി കൊണ്ടു നടക്കും. ഇവിടെ ഡെമോക്രസി വിജയിക്കും. മനുഷ്യത്വമുള്ള ഫേസുള്ള പൊളിറ്റീഷ്യൻസിനെ ഇവിടെ പവർ ലഭിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അപ്പോ ഇവിടെ ഞാൻ ഓപ്റ്റിമിസ്റ്റിക് ആണ്. എല്ലാവിധ വിജയങ്ങളും ജർമ്മനിയിൽ ഉണ്ടാകും. ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വീക്ക്നെസ്സും ചില അരുതായ്മകളും ഉണ്ടാകും. അതെ. അത് അവസാനമായിട്ട് നമ്മൾ ഈ സാമ്പത്തികം കൂടെ ഒന്ന് പറയുമ്പോൾ, ജർമ്മനിയെ പറ്റി നേരത്തെ തന്നെ പറയുന്നത് യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിൻ എന്നാണ്. അപ്പം യൂറോപ്യൻ സെൻട്രൽ ബാങ്കും അതുപോലെ യൂറോ കറൻസി ഒക്കെ നിയന്ത്രിക്കുന്ന ജർമ്മനിയാണ്. പിന്നെ യൂറോ ബ്ലോക്കിന്റെ ഏറ്റവും വലിയ പ്രാതിനിധ്യം ഉള്ളതും ജർമ്മനിക്ക്. അപ്പൊ ഇവിടുത്തെ പണപ്പെരുപ്പം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ, ഇവിടുത്തെ വിലക്കയറ്റം ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ, അതുപോലെ ഇവിടെ ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനും നമ്മൾ മറ്റു രാജ്യങ്ങളെ അവലംബിച്ച് ജീവിക്കേണ്ട ഒരു രാജ്യം എന്ന നിലയിൽ ഇവിടെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം ചെലവ് കൂടുന്നു, വില കൂടുന്നു. ഇതെല്ലാം തന്നെ ഉക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ട് ജർമ്മനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ കുറച്ച് കൊണ്ടുവരാൻ ഒരു ഇക്കോണമിസ്റ്റ് എന്നുള്ള നിലയിൽ മെർസ് ചാൻസലർ ആയി കഴിഞ്ഞാൽ ക്യാബിനറ്റ് മുഖേന പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് ഇവിടുത്തെ മറ്റു കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്കൊരു പെട്ടെന്നൊരു വ്യതിയാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശേഷിയും കാഴ്ചപ്പാടും ഉണ്ടോ? എനിക്ക് തോന്നുന്ന അത്ര പെട്ടെന്ന് നടന്നില്ലെങ്കിലും അതിനുള്ള ബേസിസ് ഇടാനുള്ള കഴിവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കുണ്ട്, അത് മെർസിനുണ്ട്. അവരത് തീരുമാനിച്ചു തന്നെ ചെയ്യും. അതിനുള്ള വോട്ട് പാർട്ടിക്ക് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ കോalition ഗവൺമെന്റ് അതിന് തയ്യാറായിരിക്കണം. ഏതായാലും മറ്റുള്ള പാർട്ടികളെക്കാൾ എക്കണോമിക് കോമ്പറ്റൻസി ഉള്ള പാർട്ടിയാണ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും. അപ്പോ അവർ ജയിച്ചു വന്നാൽ എക്കണോമിക് ഫീൽഡിൽ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇക്കോണമിക്ക് ഒരു ബൂമിങ് ഉണ്ടാകും എന്നുള്ളതാണ്. അതോടൊപ്പം ഒരു ചെറിയ കാര്യം കൂടെ, നമ്മളിപ്പം മെർസിന്റെ കാര്യം പറഞ്ഞു. മെർസ് രാജ്യത്തെ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനും അതുപോലെ സാമ്പത്തികമായിട്ടും
കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് വിദേശികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്, ഇനി കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെല്ലാം ഒരു ചെറിയ രീതിയിൽ കടിഞ്ഞാട് ഇടുമോ? അതുപോലെ ഒലാഫ് ഷോൾസിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന പൗരത്വം, ഇരട്ട പൗരത്വം ഇല്ലാതാക്കുമെന്ന് പുള്ളി പറയുന്നുണ്ട്. അതോടൊപ്പം 8 വർഷത്തെ ആ ഒരു കാലയളവ് ഇവർ 5 വർഷമായിട്ട് ജർമ്മൻ പൗരത്വം കിട്ടുന്നത് മാറ്റി എഴുതും എന്ന് പറയുന്നുണ്ട്. ഇതിനെല്ലാം പുള്ളിക്ക് ഒരു വലിയ സപ്പോർട്ട് കിട്ടുമോ? കാരണം ഇന്നലത്തെ പ്രതിഷേധത്തിലും ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, പാർലമെന്റിൽ CDU അംഗങ്ങൾ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ തന്നെ പാർട്ടിക്കൊരു അപജയം ഉണ്ടാക്കുന്നതാണോ, പാർട്ടിയുടെ ബലം കുറയ്ക്കുന്നതാണോ? പാർട്ടിയുടെ ബലം കുറയ്ക്കുന്ന അതും ശക്തിപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോ ജോസ് പറഞ്ഞതിലുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി ഉണ്ടല്ലോ, ബുർഗകൾ, അത് മിക്കവാറും മാർച്ച് വന്നാല് അത് മാറ്റും. അതായത് ബുർഗകൾ വേറെ പേരും പറഞ്ഞിട്ട് അതിലും കുറച്ച് കാശ് കൊടുക്കും. പണ്ട് ഹാർട്സ് വിയർ അല്ലേ ബുർഗറുകളായിട്ട് മാറ്റിയത്. അതെ. അപ്പോ അതനുസരിച്ച് അത് സോളിഡാരിറ്റി കുറഞ്ഞു വരുന്നതിന്റെ ഒരു കാരണമാണല്ലോ. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന കാശിൽ നിന്ന് സേവ് ചെയ്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കുറയ്ക്കുന്നത് ഒരു സ്വല്പം അസോഷ്യലാണ്. അതായത് സോളിഡാരിറ്റിക്ക് എതിരാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഇപ്പൊ ലീവ് ഫോർ കെറ്റൻ ഗസറ്റ്സ് എന്നും പറഞ്ഞ ഉള്ള ഒരു നിയമമുണ്ട്. അതായത് പുറം രാജ്യങ്ങളിൽ ചിൽഡ്രൻ ലേബർ വഴി ഉണ്ടാക്കപ്പെടുന്ന വസ്തുക്കള് ഇങ്ങോട്ട് വരുത്താൻ അനുവാദമില്ല എന്നൊക്കെ പറയുന്നതാണ് ഈ ലീവ് ഫോർ കെറ്റൻ ഗസറ്റ്സ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ അത് യൂറോപ്യൻ യൂണിയൻ പാസാക്കിയ നിയമമാണ്. അതിൽ ജർമ്മനിയും അതിൽ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മെർച്ച് പറയുന്നത് ആ ജർമ്മനിയുടെ ആ കൂട്ട് പ്രവർത്തനം നിർത്തും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വസ്തുത്തിൽ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിലും കുറച്ച് പ്രശ്നം വരുത്തുന്ന നിയമങ്ങളൊക്കെ ഹാൻഡ്ലിംഗ് ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള പല ചേഞ്ചുകളും വന്നേക്കാം. പക്ഷെ അതൊന്നും അത്ര ആധികാരികമായിട്ട് എല്ലാം അത്ര റേഡിക്കലായിട്ട് ചെയ്യാനുള്ള പവറ് ഇവിടെ ഒരു പാർട്ടിക്കും കിട്ടില്ല. കാരണം വേറെ ട്രേഡ് യൂണിയൻ ഉണ്ട്, വേറെ കൗണ്ടർ വെയിലിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ഏതെങ്കിലും കാര്യം ഇങ്ങനെ തീരുമാനമെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള കോർട്ടുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ട്രേഡ് യൂണിയൻ പാർട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ചർച്ചുകളുടെ സംഘടനകളുണ്ട്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് ജർമ്മനിയിൽ വളരെയധികം ആക്റ്റീവായിട്ട് ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റൽ സെക്ടറുണ്ട്. അപ്പൊ അവരൊക്കെ കുറച്ചൊക്കെ ഇതിന് എതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. എന്തായാലും ഫെബ്രുവരി 23 രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് തെരഞ്ഞെടുപ്പ് സമയം. അപ്പം അതോടൊപ്പം പറഞ്ഞ 60 മില്യൺ ആൾക്കാർ വോട്ട് ചെയ്യാൻ, അതിൽ എത്ര പേര് എത്ര ശതമാനം ചെയ്യും എന്നുള്ളത് എല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മലയാളികൾക്ക്, മുതിർന്ന മലയാളികൾ, അതായത് ആദ്യത്തെ ജനറേഷൻ എല്ലാവർക്കും തന്നെ വോട്ടുണ്ട്. മിക്കവാറും എല്ലാവരും അത് ബാലറ്റ് വോട്ടിൽ കൂടെ ആയിരിക്കും ചെയ്യുന്നത്. ഞാനും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ഓരോ പ്രൈവറ്റ് കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടില് പണ്ട് SPD വോട്ട് ചെയ്തിരുന്ന മലയാളികളൊക്കെ തന്നെ, ആദ്യത്തെ മലയാളികളൊക്കെ തന്നെ ഇപ്പോൾ CDUവിന് മാറിയ ഒരു ചരിത്രമുണ്ട്. കാരണം SPD പല കൺസെപ്റ്റും അവർ മാറി, തൊഴിലാളി പാർട്ടിയാണെന്ന് അവർ പറയുകയും പലതും ചെയ്യാതിരിക്കുകയും ചെയ്ത് വന്നപ്പം പലരും മനോഭാവം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടിയേറ്റക്കാരുടെ വോട്ട് എങ്ങനെയായാലും ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ടും അത് CDUവിനും അനുകൂലമായിട്ട് വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തീർത്ത് പറയാൻ സാധിക്കില്ല. കാരണം ഈ വരുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ അമേരിക്കയിൽ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മലയാളികൾ ഇത്രയും ട്രംപിന് വോട്ട് ചെയ്യും.
പക്ഷെ ഞാൻ കേൾക്കുന്നത് അവിടെ വന്നിരിക്കുന്ന ധാരാളം മലയാളികൾ, പ്രത്യേകിച്ച് നല്ലതായിട്ട് ബിസിനസ്സുകാരൊക്കെ ട്രംപിന് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഈ എക്കണോമിക്കായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഈ മലയാളി ജനറേഷൻ ഒരുപക്ഷെ സിഡുവിനായിരിക്കാം വോട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പുതിയതായിട്ട് വരുന്നവര് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഇങ്ങേയറ്റം ഗ്രീൻ പാർട്ടിക്ക് പോലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പുതിയതായിട്ട് വരുന്നവർ പറഞ്ഞാൽ 5 വർഷത്തിന് ശേഷം ആയിട്ടുള്ളവർ, കാരണം പൗരത്വമുള്ളവർക്കില്ലേ വോട്ടുള്ളൂ. അതെ. അപ്പൊ ആ ഒരു തരത്തില് ഞാൻ കുറെ യുഗന്റിനോട് അതായത് 5 വർഷത്തിൽ കഴിഞ്ഞിട്ടുള്ള യുഗന്റിനോട് സംസാരിച്ചപ്പം അവര് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പോടൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ചെയ്യണം. പോസ്റ്റൽ വോട്ടുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയി ചെയ്യാവുന്നതുണ്ട്. രണ്ടാമത് ഏത് പാർട്ടിയാ എന്ത് പാർട്ടിയാ അവരെ പറ്റി അറിയില്ല. പിന്നെ ഇവിടെ ജനിച്ചു കൊടുന്ന പിള്ളേരോട് ചോദിച്ചപ്പം അവര് പറയുന്നത് അവര് ഗ്രീൻസ് പാർട്ടിയാണ്. ഗ്രീൻസും FDP ആണ്. കാരണം FDP എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഒരു എന്നാ പറയുന്ന ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 തട്ടിലാണ് ഇവിടുത്തെ മലയാളികളുടെ ഒരു വോട്ടിംഗ് നിലയെന്ന് തന്നെ പറയും. എന്തായാലും കുടിയേറ്റക്കാര് എപ്പോഴും കുടിയേറ്റക്കാരുടെ ആ ഒരു വോട്ടിംഗ് കൊണ്ട് ഇവർക്ക് നേടാൻ പറ്റുള്ളൂ. നമ്മളിപ്പം AFD എത്ര എതിർത്ത് പറഞ്ഞാലും കുടിയേറ്റക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റൂ. അത് ആദ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കരുതിയിരുന്നു ഈ ടർക്കിയിൽ നിന്നൊക്കെ വന്നവര് അവർക്ക് നേരത്തെ തന്നെ സിറ്റിസൺഷിപ്പ് ഒക്കെ കൊടുത്താല് അവർക്ക് വേണ്ടിയിട്ട് കൂടുതൽ വോട്ട് വരുമെന്ന്. കിട്ടില്ല. ഇപ്പൊ അത് മാറി. അവർക്ക് ഏറ്റവും വലിയ അടിയാ കിട്ടിയത്. അതുകൊണ്ടാണല്ലോ 15% വന്നത്. അതുകൊണ്ട് 28-32 കടന്ന അതിൽ നിന്നാണ് 15 നേരെ പകുതിയായത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം. അതായത് 23-ാം തീയതി വൈകുന്നേരം 6:01 ആകുമ്പോഴത്തേക്ക് ട്രെൻഡ് മനസ്സിലാകും. അതനുസരിച്ച് അതാണ് ഈ ജർമ്മനിയിലെ ഒരു പ്രത്യേകത. അത് യൂറോപ്പില് പല സ്ഥലങ്ങളിലും ഉള്ളതാണ്. 6 മണിക്ക് വോട്ട് ചെയ്യൽ നിർത്തിയ ആ സമയത്ത് തന്നെ ഇവര് പറയുന്ന പ്രൊഗ്നോസിസ് അതിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെ ആയിരിക്കും ഫൈനൽ റിസൾട്ട്. ഒരു 1-2% ഒരുപക്ഷെ വേരിയേഷൻ കണ്ടേക്കാം. അപ്പൊ അത്ര ഏകദേശം കൃത്യമായിട്ട് നമുക്ക് അധികം വെയിറ്റ് ചെയ്യാതെ റിസൾട്ട്. അതുപോലെ തന്നെ ബാലറ്റിൽ കൂടെയാണ് വോട്ട് ചെയ്യുന്നത്. അതാണ് വേറൊരു വിഷയം. എന്നിട്ടും നമുക്ക് മാസങ്ങളോളം കാത്തിരിക്കേണ്ട കാര്യമില്ല, ഉപയോഗിക്കുന്നില്ല. ഇല്ല. അപ്പൊ ഒത്തിരി നല്ല കാര്യങ്ങളും വിശദമായിട്ട് നമ്മുടെ ആനുകാലിക രാഷ്ട്രീയം, അതും കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം. അതിനെ ആദ്യം തന്നെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സുനാമിയാണ് ഇവിടെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടായി. അതിനോടിടയ്ക്ക് വലിയ പാർട്ടിയിൽ തന്നെ ഉൾപാർട്ടി പ്രശ്നം ഉണ്ടായി. ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉണ്ടായ ഒരു കാര്യം. അതെങ്ങനെ രാജ്യത്ത് പുതിയതായിട്ട് എങ്ങനെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുക എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ അഭിമുഖത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുത എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുഖാമുഖം പരിപാടിയിലേക്ക് ഇത്രമാത്രം വിശകലനം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട, നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട, പ്രത്യേകിച്ച് പ്രവാസി ഓൺലൈൻ്റെ പല വേദികളിലും വളരെ കാര്യമായിട്ട് തന്നെ, അതും ഒത്തിരി ആളുകൾ കണ്ട വ്യൂവേഴ്സ് നല്ലതുപോലെ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തവണയും നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് അരീക്കലിനെ ഈ ഒരു മുഖാമുഖം പരിപാടിയിലേക്ക് കൊണ്ടുവന്നതും ചർച്ച ചെയ്തതും. എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ വിശകലനങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി, ഒരു പ്രതീക്ഷയോടുകൂടി ജോർജ് അങ്കിളിന് എല്ലാവിധ ആശംസകളും അതോടൊപ്പം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ വിമർശാത്മകമായിട്ടുള്ളതും അറിവ് പകരുന്നതുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ ജോർജ് അരീക്കലിനെ ആയിട്ട് സംഭാഷണത്തിലൂടെ കൊണ്ടുവരുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടി ഈ മുഖാമുഖം പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒത്തിരി നന്ദി. വളരെ നന്ദി ജോസ്. കൺഗ്രാറ്റുലേഷൻസ്. യു ആർ ഡൂയിങ് an excellent job. Thank you very much. Thank you very much. Thank you very much. Okay. നമസ്കാരം.